നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി 1.72 കോടി രൂപ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാസപ്പടി വിവാദം ചോർത്തി നൽകിയത് CPM മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ആയേക്കാം എന്ന വാദം മുറുകുന്നു. വിവാദം പുറത്തു വന്നപ്പോൾ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജാണ് SFIOയ്ക്കും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും പരാതി നൽകിയത്. ഷോണും ബിനീഷ് കോടിയേരിയും അടുത്ത സുഹൃത്തുക്കളുമാണ്. രാഷ്ട്രീയമായി പിണറായി വിജയൻ ബിനീഷ് കോടിയേരിയെ അടുപ്പിക്കുന്നുമില്ല. ഇതിലുള്ള അരിശമാണ് ബിനീഷ് തീർത്തത് എന്നും ആരോപണം ഉയരുന്നുണ്ട്. മാസപ്പടി വിവാദത്തിൽ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലെ PV പിണറായി വിജയൻ തന്നെ ആണ് എന്ന് കേരള ജനപക്ഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറയുന്നു. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായും ഷോൺ ജോർജ് പറഞ്ഞു. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് താനാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടർക്കും പരാതി നൽകിയത് എന്നും അന്വേഷിക്കാൻ കമ്പനിയുടെ റീജിയണൽ ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്നുമുള്ള മറുപടി ലഭിച്ചുവെന്നും ഷോൺ ജോർജ് തന്നെ പറഞ്ഞത്. ഡിസംബർ ആയിട്ടും മേൽ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയും നൽകി. ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടി എന്നും ഷോൺ ജോർജ് ആരോപിച്ചു. അതേസമയം എക്സാലോജിക് ജീവനക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ മാത്യു കുഴൽനാടൻ MLA ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചില്ല. സാമ്പത്തിക ഇടപാടുകൾക്ക് മറയായി ഷെൽ കമ്പനി ആണ് ഇതെന്നും പ്രതിപക്ഷം ആരോപിച്ചത് ഈ സാഹചര്യത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് CPMലെ വിലയിരുത്തൽ. വിവാദം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി പാർട്ടിക്കും സർക്കാരിനും പരിക്കേൽപ്പിക്കാനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കത്തെ കരുതലോടെ CPM ചെറുക്കും. നിയമയുദ്ധം വീണ വ്യക്തിപരമായി നടത്തുമെന്ന നിലപാടിലാണ് CPM. CMRലും എക്സാലോജിക്കും തമ്മിലുള്ളത് 2 കമ്പനികളുടെ കരാർ പ്രകാരമുള്ള ഇടപാടാണെന്നും അക്കൗണ്ട് വഴി നടന്ന പണവിനിമയം സുതാര്യമാണെന്നുമാണ് മാസപ്പടി വിവാദത്തിൽ CPM നേരത്തെ വിശദീകരിച്ചത്. കേരളത്തിലും കർണാടകയിലും നികുതി അടച്ചുവെന്ന് ധനവകുപ്പും വ്യക്തമാക്കി. ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവിൽ സ്വാധീനമുള്ള ഉന്നതന്റെ മകളെന്നും വീണയെ വിശേഷിപ്പിച്ചതിൽ തന്നെ രാഷ്ട്രീയം ഉണ്ട് എന്ന് CPM വാദിക്കും. വീണയ്ക്ക് സ്വകാര്യ കമ്പനിയായ CMRL 1.72 കോടി രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബിനീഷ് കോടിയേരിയിലേക്ക് ഒരു സംശയം നീളുന്നു എന്നത് യാതൊരുവിധ സംശയവുമില്ല. ബിനീഷ് കോടിയേരിയാണോ വീണ വിജയനിട്ട് പാരമണിതത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം ഉയരുകയാണ്.